എൻ്റെ പേര് ഓമന മണിക്കുട്ടൻ. എൻ്റെ വീട് കാഞ്ഞിത്തറയിൽ. എൻ്റെ സ്ഥലം ഇലന്തൂർ. ലൈഫ് പദ്ധതിയുടെ വീടാണ് അല്ലേ? അതെ. ഏത് പഞ്ചായത്തിൽ നിന്നാണ് വീട് കിട്ടിയത്? ഇലന്തൂർ പഞ്ചായത്തിൽ. എത്ര വർഷത്തോളം എടുത്ത് വീട് പണി പൂർത്തീകരിക്കാൻ? ഇപ്പോൾ 1 വർഷത്താകുന്നതേ ഉള്ളൂ. ഉണ്ടായിരുന്നു വീടിൻ്റെ നിർമ്മാണഘട്ടത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ നേരിട്ടിരുന്നു? പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം തരണം ചെയ്തു. ഏകദേശം എത്ര ലക്ഷത്തോളം രൂപ ഇതിൻ്റെ നിർമ്മാണത്തിനായിട്ടുണ്ട്? ഇപ്പോൾ ഒരു 12 ലക്ഷത്തോളം ആയിട്ടുണ്ട്. സർക്കാരിൽ നിന്ന് എത്രയാണ് കിട്ടിയത്? 3 ലക്ഷം. 3 ലക്ഷം. സർക്കാരിനോട് നന്ദിയുണ്ടോ? ഉണ്ട്. ഏത് പഞ്ചായത്തിലാണ്? ഇലന്തൂർ പഞ്ചായത്തിൽ. ഇങ്ങനെ എത്ര തവണകളായിട്ടാണ് പൈസ കിട്ടിയിരുന്നത്? 4 തവണയായിട്ട്. സ്വന്തമായിട്ടായിരുന്നോ അതോ മറ്റാരെങ്കിലും ഏൽപ്പിച്ചിരുന്നോ? ഏൽപ്പിച്ചിരുന്നു. അല്ല, ജോലി എന്താണ് ചേച്ചിക്ക്? എനിക്കിപ്പോൾ ജോലിയൊന്നുമില്ല, ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ പദ്ധതിയിൽ തിരഞ്ഞെടുക്കുന്നത്, ലിസ്റ്റിൽ വരുന്നത്? അപേക്ഷ കൊടുത്തിട്ടാണോ? അപേക്ഷ കൊടുത്തിട്ടാണ്. അക്ഷയ കേന്ദ്രം വഴിയാണോ? അക്ഷയ കേന്ദ്രം വഴിയാണ്. അപ്പോൾ ഈ വീട്ടിൽ എന്തൊക്കെയാണുള്ളത്? ബെഡ്റൂം, ചെറിയൊരു ഹാള്, ചെറിയൊരു സിറ്റൗട്ട്, ചെറിയൊരു അടുക്കള. അപ്പോൾ വീടിൻ്റെ നിർമ്മാണത്തിൽ സന്തോഷമാണോ? അതെ. ബാക്കി തുക എങ്ങനെയാണ് സമാഹരിച്ചത്? ബാക്കി തുകയൊക്കെ കടമൊക്കെ എടുത്തു, ലോണെടുത്തു, പല കാര്യമായിട്ട്. അപ്പോൾ ഗവൺമെൻറ് ഈ ഒരു ധനസഹായം ഇല്ലായിരുന്നു വീട് പണിയാൻ പറ്റുമായിരുന്നു? പറ്റത്തില്ല, പൊളിക്കത്തുമില്ല. പഴയ വീട് എത്ര വർഷം പഴക്കം ഉണ്ടായിരുന്നതാണ്? 95 വർഷത്തോളം പഴക്കമുള്ളതാണ്. വീടിൻ്റെ നിർമ്മാണം എങ്ങനെ ഫുൾ കോൺട്രാക്ട് കൊടുത്തിരിക്കുകയായിരുന്നോ അതോ സ്വന്തമായി? അല്ല, സ്വന്തമായിട്ട് കുറച്ച് പൈസ ഇറക്കി ചെയ്യിക്കുമായിരുന്നു. ഇതിൻ്റെ തടിയും സാധനങ്ങളൊക്കെ എങ്ങനെ സമാഹരിച്ചു? തടിയും സാധനങ്ങളൊക്കെ മില്ലിൽ നിന്നൊക്കെ മേടിച്ചു. എൻ്റെ അനിയത്തിയാണെന്ന് പറഞ്ഞാൽ അവർ കണ്ടമാനം അത് കുടുംബപ്പരയാണ്. അത് എൻ്റെ അമ്മയുടെ വീതം. അതിനിങ്ങേപ്പുറത്ത് ഉണ്ടായിരുന്നു. പക്ഷെ അത് പൊളിച്ച് കളഞ്ഞും വെച്ചാൽ ഒരു വസ്തു 5 സെൻറ്റ് ഉണ്ട്. എനിക്ക് 5 സെൻറ്റ്. ഈ വീട് അതീവ ഭംഗിയായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് ലൈഫിൻ്റെ വീടുകളിൽ. അപ്പോൾ ഈ ഒരു ഉദ്യമത്തിന് പഞ്ചായത്തിനോടുള്ള നന്ദി അറിയിക്കുന്നു. എനിക്ക് പഞ്ചായത്തിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു. ആ പുതിയ വീടിൻ്റെ ആളിൻ്റെ ചേട്ടന് അടുത്ത് തന്നെ താമസിക്കുന്നു. ലൈഫ് പദ്ധതിയുടെ വീടാണോ? പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന ലൈഫ് വീടാണല്ലേ? അതെനിക്കറിയത്തില്ല. എങ്ങനെ ഉണ്ടായിരുന്നു വീടിൻ്റെ നിർമ്മാണ കാലഘട്ടമൊക്കെ? നിർമ്മാണം എല്ലാം നല്ലതായിരുന്നു. നന്നായിട്ടായിരുന്നു വർക്ക് ചെയ്ത്. അവരുടെ വീടിനകത്ത് ഏതൊക്കെ റൂമുകളാണുള്ളത് പ്രധാനമായിട്ടും? 2 ബെഡ്റൂം, ഒരു ഹാള്, സിറ്റ് ഔട്ട്, ഒരു അടുക്കള, ഒരു ബാത്റൂം. അവർക്ക് താമസിക്കാൻ സൗകര്യമാണോ വീട്? താമസിക്കാൻ സൗകര്യം. ഈ പഞ്ചായത്തിലെ ലൈഫ് വീട് കിട്ടിയില്ലായിരുന്നു ഒരു വീട് പണിയാൻ പറ്റുമായിരുന്നോ? അതെങ്ങനെ നോക്കുന്നു? ഇപ്പോൾ ഒരു മോള് ഉണ്ട്. അപ്പോൾ അത് നേഴ്സിങ്ങിന് ഇവിടെ ബാംഗ്ലൂരിൽ. മറ്റേ മോളെ കല്യാണം കഴിച്ചു വിട്ട് അവള് ഭർത്താവിൻ്റെ കൂടെ. ഓമനയ്ക്ക് ഇങ്ങനെ ഒരു വീട് കിട്ടിയതിൽ സന്തോഷമുണ്ട്. വീട് പണി ഇവര് ചേട്ടനോട് കൂടിയാണോ കാര്യങ്ങളൊക്കെ നോക്കി നടത്തി? ഞാൻ ആയിരുന്നായിരുന്നു. ജോലിക്കാർക്കൊക്കെ കൃത്യമായിട്ട് പൈസ കൊടുക്കാനൊക്കെ സാധിച്ചിരുന്നോ?
അത് അത് എനിക്ക് അറിയത്തില്ല. അത് അത് നല്ല സഹകരണത്തിലായിരുന്നു. ആയിരുന്നു. പാലുകാച്ചി ഇപ്പോൾ കഴിയുകയേ ഉള്ളൂ അല്ലേ? 23-ാം തീയതി കഴിഞ്ഞേ ഉള്ളൂ. ഒരു 10-12 ലക്ഷത്തോളം ആയിട്ടുണ്ട്. 3 ലക്ഷം.